ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ മഹത്വമുള്ള തിരുനാമം ഈ നല്ല ദിവസത്തിൻ്റെ പ്രഭാതത്തിൽ നമ്മുടെ മധ്യ വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടി പൗരുഷൻ TV എല്ലാ ദിവസവും പ്രഭാതത്തിൽ ഒരുക്കുന്ന മഹനീയമായ ശുശ്രൂഷ അതിരാവിലെ തിരുസന്നിധി. ഈ ശുശ്രൂഷയിൽ നമുക്ക് ഒത്തൊരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ സന്തോഷത്തോടും ബലത്തോടും ദൈവകൃപയോടും കൂടെ നമുക്കായിരിക്കാൻ സർവശക്തനായ ദൈവം സഹായിച്ച കൃപകൾക്കായി പ്രിയമുള്ള ദൈവമക്കളെ നമുക്ക് സന്തോഷത്തോടെ നമ്മുടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. ഒരു നല്ല ദിവസം കൂടെ കാണുവാനുള്ള ഭാഗ്യപദവി ഉന്നതനായ ദൈവം എളിയവരായ നമുക്ക് നൽകിയതോർത്ത് കർത്താവിൻ്റെ നാമത്തെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് വളരെ പ്രാർത്ഥനയോടും ഒരുക്കത്തോടും കൂടെ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ടവരായ മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ജയകരമായ ജീവിതം ഇന്നത്തെ ദിവസവും നയിപ്പാൻ എല്ലാവർക്കും ദൈവം കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവികമായ ശബ്ദവും ദൈവികമായ ആലോചനയും പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യവും ഈ ദിവസം ഓരോ നിമിഷവും നമുക്ക് അനുഭവിച്ച് മുമ്പോട്ട് പോകുവാൻ ദൈവമായ കർത്താവ് കൃപകൾ, നല്ല ദാനങ്ങൾ ഏവരുടെ മേലും പകരട്ടെ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതം, നമ്മുടെ ആത്മീക ജീവിതം കണ്ട് ഹല്ലേലൂയ, നമ്മുടെ പ്രവൃത്തി, നമ്മുടെ വാക്കുകൾ എല്ലാം കർത്താവിന് മഹത്വമുള്ളതായി തീരുവാൻ, നമ്മിലൂടെ കർത്താവിൻ്റെ മഹത്വം അനേകർ കാണുവാൻ ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. അങ്ങൊരു ജീവിതം നയിപ്പാൻ കർത്താവെ ഇന്നത്തെ ദിവസം അങ്ങ് എനിക്ക് കൃപ നൽകണമേ എന്നുള്ള പ്രാർത്ഥനയോടും ഒരുക്കത്തോടും കൂടെ സ്വർഗീയൻ്റെ മുഖത്തേക്ക് നമുക്ക് നോക്കാം. കർത്താവ് നമ്മെ ധന്യമായി അനുഗ്രഹിക്കട്ടെ. അയാൾ ഒരു പട്ടാളത്തിൽ ഉള്ളവനാണ്. അയാൾ ഒരു പട്ടാളക്കാരനാണ്. ഇത് ഒരു വ്യക്തി അപരിചിതനെക്കുറിച്ച് തൻ്റെ സ്നേഹിതനോട് പറഞ്ഞ വാക്കുകളാണ്. ഒന്നുകൂടെ പറയട്ടെ, അയാൾ ഒരു പട്ടാളക്കാരനാണ്. അയാൾ ഒരു പട്ടാളത്തിൽ ഉള്ള വ്യക്തിയാണ്. ഈ വാക്കുകൾ ഒരു വ്യക്തി തൻ്റെ സ്നേഹിതനെക്കുറിച്ച്, അപരിചിതനായ ഒരു വ്യക്തിയെക്കുറിച്ച് തൻ്റെ സ്നേഹിതനോട് പറഞ്ഞ വാക്കുകളാണ്. ഇത് കേട്ട സ്നേഹിതൻ ഇത് പറഞ്ഞ വ്യക്തിയോട് ചോദിച്ചു, അത് താങ്കൾക്ക് എങ്ങനെ അറിയാം എന്ന് ചോദിച്ചു. ഇത്രയും വ്യക്തമായി പറയുവാൻ, ഈ അപരിചിതനായ വ്യക്തിയെക്കുറിച്ച് ഇത്രയും തിട്ടമായി പറയുവാൻ, കാര്യങ്ങൾ ഇത്ര വ്യക്തതയോടെ പറയുവാൻ അത് നിങ്ങൾക്ക് എങ്ങനെ സാധിച്ചു എന്ന് ചോദിക്കുവാൻ ഇടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. അദ്ദേഹത്തിൻ്റെ മറുപടി ഇങ്ങനെയാണ്: അദ്ദേഹത്തിൻ്റെ നടപ്പ് കണ്ടാൽ, അദ്ദേഹത്തിൻ്റെ ജീവിതം കണ്ടാൽ അത് ശരിക്കും മനസ്സിലാക്കാൻ കഴിയും അയാൾ ഒരു പട്ടാളക്കാരനാണ്, അയാൾ പട്ടാളത്തിൽ ജോലി ചെയ്യുന്നൊരു വ്യക്തിയാണെന്ന് മനസ്സിലാക്കുവാൻ കഴിയും എന്ന് പറയുവാനിടയായി. ഇത് കേട്ട സ്നേഹിതന് ഈ അപരിചിതനായ വ്യക്തിയെക്കുറിച്ച്, അല്ലെങ്കിൽ ഈ പട്ടാളക്കാരനോട് ചെന്ന് ചോദിച്ചു, അങ്ങയുടെ പേരെന്താണ്, അങ്ങയുടെ ജോലി എന്താണ്, എവിടെയാണ് അങ്ങ് ജോലി ചെയ്യുന്നത്? ഇദ്ദേഹം പറഞ്ഞു, ഞാൻ പട്ടാളത്തിലാണ്, ലീവിന് നാട്ടിൽ വന്നതാണ് എന്ന് പറയുവാനിടയായി. കറക്റ്റ് കാര്യമാണ്. ചോദിച്ചപ്പോൾ ഈ സ്നേഹിതന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത്. എത്ര തിട്ടമായ, എത്ര വ്യക്തമായ കാര്യങ്ങളാണ് ഈ അപരിചിതനായ വ്യക്തിയെക്കുറിച്ച് ഈ സ്തോത്ര വ്യക്തി സ്നേഹിതനോട് പറഞ്ഞത്. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ മക്കളെ, അഥവാ കർത്താവിൻ്റെ സൈന്യത്തിലുള്ള ദൈവമക്കളെ കണ്ടും ലോകം ഇന്ന് പകൽക്കാലം അപ്രകാരം പറയട്ടെ. ഒരു പെന്തക്കോസുകാരൻ എന്ന ഒരു ലേബൽ നമ്മൾ എഴുതി വയ്ക്കുന്നതിനേക്കാൾ അപ്പുറമായി, ഞാനൊരു പെന്തക്കോസുകാരനാണ്, ഞാനൊരു വിശ്വാസിയാണ്, ഞാനൊരു ദൈവപൈതലാണ് എന്ന് കൊട്ടിഘോഷിച്ച് നടക്കുന്നതിനേക്കാൾ അപ്പുറമായി നമ്മുടെ പ്രവൃത്തിയും നമ്മുടെ ജീവിതവും നമ്മുടെ സംസാരവും നമ്മുടെ ആത്മീക ജീവിതവും നമ്മുടെ ആരാധന ജീവിതവും നമ്മുടെ ഇടപാടും നമ്മുടെ സംസാരവും കാണുന്നവർ, കേൾക്കുന്നവർ, മനസ്സിലാക്കുന്നവർ നമ്മെക്കുറിച്ച് ഈ പ്രഭാതത്തിൽ പറയുവാനിടയാകണം. ആ വ്യക്തി ഒരു ദൈവദാസനാണ്, ആ വ്യക്തി ഒരു ദൈവപൈതലാണ്, ആ വ്യക്തി ഒരു വിശ്വാസിയാണ് എന്ന് പറയുവാൻ തക്കണം ഇടയാകട്ടെ. അങ്ങനെ ഒരു ആത്മീക ജീവിതത്തിൻ്റെ ഉടമയായി തീരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഒരിക്കൽ ശൂന്യം കരത്തി തൻ്റെ ഭർത്താവിനോട് പറഞ്ഞൊരു കാര്യം എങ്ങനെയാണ്: നമ്മുടെ വീടിൻ്റെ മുമ്പിലൂടെ കൂടെ കൂടെ കടന്നു പോകുന്ന ആ വ്യക്തി ഒരു വിശുദ്ധനായ ദൈവ പുരുഷനെന്ന് ഞാൻ കാണുന്നു എന്ന് ഏലീശായെക്കുറിച്ച് ശൂന്യകാലത്തെ സാക്ഷ്യം പറഞ്ഞതുപോലെ, നമ്മെക്കുറിച്ച് ലോകം ഇന്ന് പകൽക്കാലം കേട്ടതുപോലെ, നമ്മൾ വിശ്വാസി എന്ന് പറയുന്നതിനേക്കാൾ അപ്പുറമായി നമ്മെ കാണുന്നവർ
ദൈവത്തിൻ്റെ മക്കളെന്നും കർത്താവിൻ്റെ മക്കളെന്നും കർത്താവിൻ്റെ ദാസന്മാരൻ ആണെന്നും പറയത്തക്ക നിലകളിലുള്ള സാക്ഷ്യമുള്ള ആത്മീക ജീവിതം നയിക്കുവാൻ ഇന്നത്തെ ദിവസം എല്ലാവർക്കും കൃപ നൽകട്ടെ. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, സാക്ഷ്യമുള്ളവരായി ക്രിസ്തുവിനെ പ്രദർശിപ്പിക്കുന്ന പത്രങ്ങളാക്കി ദൈവം ഞങ്ങളെ തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് നടക്കേണ്ട ശുശ്രൂഷകളെ ദൈവം ആദരിക്കും. ഞങ്ങളുടെ മാന്യ പ്രേക്ഷകരെ കർത്താവ് അനുഗ്രഹിക്കും. വലിയ ദൈവ സാന്നിധ്യം കൊണ്ട് ദൈവം ഞങ്ങളെ മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ.